ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ കുറഞ്ഞ സമയം, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തയ്യാറാക്കി നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. ഇതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഞാനൊരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ എടുക്കുമ്പോൾ വറുക്കാത്ത റവ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എത്രയാണോ റവ എടുത്തത് അത്ര അളവിൽ തന്നെ പാലുമാണ് എടുക്കേണ്ടത്. 1 കപ്പ് റവ എടുത്തത് കൊണ്ട് 1 കപ്പ് പാലും എടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്നാക്സിന് വേണ്ടിയുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തത്. നാളികേരത്തിൻ്റെ നനവൊക്കെ പോയിട്ട് ചെറുതായിട്ട് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ തേങ്ങ ചിരവിയത് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തത്. ശർക്കര പാനി ഒരുക്കാൻ 2 അച്ച് ശർക്കരയാണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ശർക്കര പാനി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും ശർക്കര പാനിയെല്ലാം വറ്റിയിട്ട് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ശർക്കര പാനിയെല്ലാം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച റവ ഓപ്പൺ ചെയ്യാം. പാലെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലാത്തവർ ഇടണമെന്നില്ല. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇടുന്നത്. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഈ രീതിക്കാണ് വേണ്ടത്. അധികം ലൂസാവായി പോകരുത്. അപ്പോൾ നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം. വട്ടയപ്പമൊക്കെ ചുടുന്ന സ്റ്റീൽ പാത്രത്തിൽ, ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ച ബാക്കി ബാറ്റർ കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി
നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് കുക്കായിക്കണോ എന്ന് നോക്കാം. കുക്കായതിന് ശേഷം നമുക്ക് അതിൽ നിന്നും മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുകയും